എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത് നമ്മുടെ മരുതുമലയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയതേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിട്ട് രണ്ടല്ലല്ലോ രണ്ട് വ്ളോഗ് ഉണ്ട്. അത് നിങ്ങൾ കാണാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അത് കണ്ടാലാണ് ഇതെന്താ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ട്രിപ്പിലാണുള്ള ഗൈസ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ നമ്മുടെ ബസ് ഇത് ഇവിടെ നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ മഴയൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഡോഗും വന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പം കഴിക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് വാങ്ങാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫുഡ് കഴിക്കലിലൂടെയാണ്. സമയം എത്രയാടാ? സമയം ഇപ്പോൾ വന്നിട്ട് 9:03 ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫുഡ് വാങ്ങാം. നമുക്ക് പ്ലേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ഗ്ലാസ് വന്നിട്ടുണ്ട്. അപ്പം ചപ്പാത്തിയാണ് സ്പെഷ്യൽ ആയിട്ട്. അറിയില്ല കാരണം ഓൾറെഡി കയ്യിൽ ക്യാമറ ഉണ്ട്. നമ്മളിതേ ഫുഡ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുവാണല്ലേ. അപ്പോൾ നമ്മളിതിന് തൊട്ട് മുമ്പ് നമ്മുടെ പാട്ടീശ്വരം ടെമ്പിളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാൻ മറക്കല്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മൾ പാട്ടീശ്വരത്ത് ടെമ്പിളിൽ പോയതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കാണാൻ ആരും മറക്കരുത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 സ്ഥലമാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് പ്ലേസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മരുതുമലയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മുടെ മരുതുമലയിൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഉള്ളത്. അപ്പം മരുതുമല എന്ന് കേൾക്കുമ്പോൾ അറിയാം മലയാണല്ലേ. അപ്പം നമുക്ക് മല കയറി പോകേണ്ട വരുമായിരിക്കും, ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഓൺ ദ വേ എന്തായാലും കാണാം, എന്തായാലും ചില്ലിങ് വൈബായിരിക്കും. അപ്പം നമ്മളിതേ ഫുഡ് വാങ്ങുകയാണ്. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശപ്പിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിനാണ് എനിക്ക് വിശപ്പ്, വായിക്ക് വിശപ്പില്ല. പക്ഷേ ഈവനിങ്ങിലും ഉച്ചയ്ക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കും വയറിന് വിശപ്പാണ്. രാവിലത്തെ സ്പെഷ്യാലിറ്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. വയറിന് 1.5 വിശപ്പാണ്, പക്ഷേ വായിക്ക് വിശപ്പില്ല, വായിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. നമുക്ക് ചായ ലാസ്റ്റ് വാങ്ങാൻ ഗൈസ്. നമുക്കിവിടെ നിൽക്കാം, കഴിച്ചോക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഗൈസ് നമുക്കിത് വേഗം കഴിക്കാം. നോക്കൂ ഗൈസ്, ഗായ്സ്. അപ്പോൾ നമ്മൾ ചായയും പോയി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഗായ്സ്. ഇപ്പം ചപ്പാത്തിയും കടലക്കറിയാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നില്ല. ഒരു കാറ്റ് വന്നിട്ട് ഇതേ ഫുഡ് പറന്നു പോയി, ചപ്പാത്തിയൊക്കെ പറന്നു വിട്ട് പ്ലേറ്റ് അടച്ചാടി ചപ്പാത്തി 2 ഇവിടെ. ആ 2 വെച്ചിട്ട് ഇവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫുഡ് ഇവന് കൊടുക്കാൻ വേണ്ടി പോണ്. എനിക്ക് വേണത്? എനിക്ക് വേണ്ട അമ്മ, എനിക്ക് മതി അമ്മ, ഞാൻ ഇങ്ങനെ കൊടുക്കട്ടെ. ഞാൻ കടല ഇട്ടു. ചപ്പാത്തി എനിക്ക് മതിയായി. എവിടുന്നാ ഇവൻ വന്നേന്ന് അറിയില്ല. അത് കണ്ടോ, നീ എന്താ വീഡിയോ എടുക്കാത്തേ? ഇത് കണ്ടോ, അങ്ങനെ വീഡിയോൻ്റെ ഒരു മറന്നു പോവാ. ഞാൻ ഈ ഫുഡ് അവനവിടെ ചോദിക്കണം, അവന് സൈഡിലേക്ക് വെച്ച് കൊടുത്തോ. നല്ല വിശപ്പുണ്ടായിരുന്നു കഴിച്ച പറഞ്ഞത്. എൻ്റെ ദൈവമേ, ആ ചേട്ടൻ എന്നെ പരിപാടിയെ കൈസ് കാണിച്ചത് നിങ്ങൾ കണ്ടോ? അത് ആ ചേട്ടൻ ആ പട്ടിക്ക് ഇട്ട് കൊടുത്ത അതിൻ്റെ തലയിലേക്കാണ്. ഒരു മാന്യത വേണ്ടേ? കാരണം അത് പട്ടിയാണ്, എങ്കിലും അതിന് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ? എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? പാവം. എന്തായാലും അതിന് ഫുഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അത് നന്നായി.
അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വേഗം വന്നിട്ട് നമുക്ക് മൈക്ക് തന്നിട്ടുണ്ടായിരുന്നു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നമ്മുടെ കയ്യിലേക്ക് മൈക്ക് തന്ന നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവറാണോ ഡ്രൈവറിന്റെ കൂടെയുള്ള ആളാണോ എന്ന് അറിയത്തില്ല. പെട്ടെന്ന് വേറൊരു മൈക്കിൽ വിളിച്ചു പറയുകയാണ്, ദയവ് ചെയ്ത് വയർലെസ് മൈക്കാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നിലത്തിട്ട് പൊട്ടിക്കരുത്, ഞങ്ങൾക്ക് ഇനി ഉപയോഗിക്കേണ്ടതാണ്, സൂക്ഷിക്കുക എന്ന് പറയുകയാണ്. എൻ്റെ ചേട്ടാ, ഇത് പറഞ്ഞ ചേട്ടനോടാണോ ഞാൻ പറയുന്നത്, എൻ്റെ ചേട്ടാ നിങ്ങളിത് കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ വയനാട്ടുകാരാന്ന് ഓർത്തോണ്ട് ഞങ്ങൾക്ക് തീരെ വിവരമില്ലാത്തവരൊന്നും അല്ല. പിന്നെ മൈക്ക് നമുക്ക് സർക്കസ് കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പന്ത് കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലല്ലോ നിങ്ങൾ തന്നത്. അവിടെ വേറെ ഒരുപാട് കുട്ടികളിരുന്ന് മൈക്ക് വെച്ച് സർക്കസ് കളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോട് പറയേണ്ട കാര്യം നിങ്ങൾക്ക് തലതിരിഞ്ഞു പോയിട്ട് ഞങ്ങളോട് പറഞ്ഞാണെന്നൊരു സംശയം ഇല്ലാതെ ഞങ്ങൾക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ണികൃഷ്ണൻ ചേട്ടന് വേറെ എന്തെങ്കിലും തോന്നൂലോ എന്ന് ഓർത്തിട്ടാണ് ഗായ്സ് നമ്മൾ പിന്നെ അത് സഹിച്ച് നമ്മൾ പാട്ട് പാടിയത്. അല്ലെങ്കിൽ ആ മൈക്ക് ആ വഴിക്ക് എറിയേണ്ടതാണ് നമ്മൾ. പിന്നെ നമ്മളത് അവിടെ ക്ഷമിച്ചു. ഞാനും വാവാറ്റയാണ് ഗായ്സ് പാട്ട് പാടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും കേട്ടോ. അപ്പോൾ പൈങ്കിളിനോട് ഒരുപാട് അവർ പറഞ്ഞു പാടാൻ, പക്ഷെ പൈങ്കിളി അമ്പനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ മൈക്ക് ഇങ്ങനെ ഇടരുതെന്ന് പറഞ്ഞപ്പോഴേക്കും പൈങ്കിളിയാണ് മൊത്തത്തിൽ ഭയങ്കര കലിപ്പായത്. എനിക്കങ്ങനെ വേണ്ട അവരുടെ മൈക്ക്, നിങ്ങൾ തന്നെ പാടിക്കോ, ഞാനത് തൊടില്ല, തൊട്ട് കഴിഞ്ഞാൽ അവരുടെ തലക്കെട്ട് പോയി ഞാനത് വെച്ച് അടിക്കുമെന്നാണ് പൈങ്കിളി പറഞ്ഞത്. മൈക്ക് പൈങ്കിളി തൊടില്ല എന്ന് തന്നെ പറഞ്ഞ് പങ്കൻ ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ എന്താക്കി, ഞാനും വാവാറ്റത് ക്ഷമിച്ച് നമ്മൾ പാട്ട് പാടി. അപ്പോൾ നമ്മളങ്ങനെ ചില്ലാക്കിയോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചില്ലാക്കാന്നുള്ളൊരു മൂഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മൊത്തത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് അവർ ഒറ്റയടിക്ക് അങ്ങോട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ദേഷ്യം അതുപോലെ തന്നെ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ചിന്തിക്കാത്ത വരെ കാര്യങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ചെയ്യാതെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ഈ വാവന്മാരൊക്കെ നമ്മുടെ പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബസ്സിലുള്ള ബാക്കിയുള്ളവരുത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചില്ലാക്കി പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് പാട്ട് പാടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈങ്കിളിക്ക് നൈസായിട്ട് പൈങ്കിളിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പങ്കൻ്റെ ഉറക്കത്തിൻ്റെ സീൻ നമുക്കൊന്ന് കാണാം. അങ്ങനെ പൈങ്കിളി ഉറങ്ങുമെന്ന് ഞാൻ നോക്കി, പക്ഷെ കൊച്ച് ക്യാമറ കണ്ടപ്പോഴേക്കും കൊച്ച് വേഗം എഴുന്നേറ്റിരുന്നു കേട്ടോ. അപ്പോൾ പൈങ്കിളി ഉറങ്ങുന്നത് പങ്കൻ അറിയാതെ എടുക്കുന്നതിൻ്റെ അല്ലേ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മന്ദാരച്ചിപ്പുള്ള പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ ലിറിക്സ് പാടുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഇച്ചിരി വഴി വരിയാണ് കാണാതെ അറിയുള്ളൂ കേട്ടോ ഗായ്സ്. അങ്ങനെ അതേ പാട്ട് പാടി നിർത്തുവാണ് കേട്ടോ നമ്മൾ. ഗായ്സ് അപ്പം നമ്മളെ പങ്കൻ ഉറങ്ങുന്ന സീൻ കറക്റ്റ് കിട്ടാൻ പോവാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ പാട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. കൃത്യം നമ്മുടെ പൈങ്കിളിരുന്ന് നല്ല ഉറക്കമാണ് ഗായ്സ്. കണ്ടോ അച്ചോടാ, പങ്കൻ ഇതേ കിടന്ന് നല്ല ഉറക്കമാണ്. കൊച്ചതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ പാട്ട് കേട്ട് സൈഡിൽ കാറ്റും കൊണ്ട് പൈങ്കിളി ഇതേ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. ഇത് കണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ചിരിയാണ് ഗായ്സ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ചിരി വരുന്നുണ്ട്. ബസ്സിലുള്ള ബാക്കിയുള്ളവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാട്ട് പാടി സത്യം പറഞ്ഞ് നമ്മളെല്ലാവരും ഉറക്കിക്കൊണ്ടിരിക്കുവാണ് ഗായ്സ്. പാട്ടൊക്കെ പാടി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ബസ്സിലുള്ളവരൊക്കെ ഇച്ചിരി പേരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് പിന്നെ ഉറക്കമൊന്നും ഇല്ലതേ, അമ്മച്ചിയും അമ്മയ്ക്ക് മുമ്പിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്ഥലം എത്താനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബ്രേക്കിൽ നമ്മൾ പാട്ടൊക്കെ പാടി വൈബാക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഓൺ ദ വേ പോവാം ഗൈസ്. ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മളിതേ മരുതുമല എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴനിമല പോലെ നമുക്ക് കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബസ്സിലിരുന്ന് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിൻ്റെ ടെമ്പിളാണ് നമ്മുടെ മരുതുമല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴനിമലേൻ്റെ കാര്യം തന്നെ അറിയാമല്ലോ, നമ്മൾ പോയിട്ടില്ല എങ്കിലും മോസ്റ്റ് നമുക്ക് നടക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവർ ചെറുപ്പത്തിൽ മുട്ട അടിച്ചിട്ടുണ്ട് പോലെ മുട്ട അടിച്ച് അന്നെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ മുട്ട അടിച്ചെന്നാലും അന്നെ തയ്ക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിൻ്റെ ടെമ്പിളായ മരുതുമലയിലേക്ക്. അപ്പോൾ നമ്മുടെ മരുതുമലയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ നമുക്ക് പോവല്ലേ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. നമുക്ക് ഓൺ ദ വേ നടക്കാം. അപ്പം നടന്ന് ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ
മരുതുമലയിലേക്ക് നമ്മളിതേ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മരുതുമല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, മലയാണ്. അപ്പം നമ്മൾ മലയുടെ താഴെയാണ് ഉള്ളതെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് മല കയറി മുകളിലേക്ക് പോകണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കിനി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. എവിടെയാണ് ഈ മരുതുമലയുള്ളത്, അതിൻ്റെ ഐതിഹ്യം എന്താണ് സംഭവം. എന്തായാലും മുരുകൻ്റെ അമ്പലമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമ്മുടെ മുരുകൻ്റെ എല്ലാ ടെമ്പിളും തന്നെ വന്നിട്ട് എന്താ പറയുക, മലയുടെ മുകളിലാണല്ലേ, മിക്ക അമ്പലങ്ങളും അങ്ങനെയാണല്ലേ. അപ്പോൾ മൊത്തം വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലാസ്റ്റ് നിലത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺ ദ വേ നോക്കാം ഇവിടെയാണ് നമ്മുടെ മരുതുമല എന്ന്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്ക് നമ്മുടെ മരുതുമല എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെയാണ് ഗൈസ്. അപ്പോൾ നല്ലോണം സൂം ചെയ്താലേ കാണുള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ വെള്ളം കാണുന്നുണ്ട്, അവിടെ ആ വെള്ള പോലെ കാണുന്നുണ്ട്. ആ അവിടെ എത്ര നമ്മള് അങ്ങോട്ട് നോക്ക്. അപ്പം മാമനിയെ മുരുകയ്യ എന്നൊരു പാട്ടാണ് നോക്കുക. അടിപൊളിയാണ്. അപ്പൊ ഇത്രയും വലിയ മലകളുടെ നടുക്കായിട്ടാണ് നമ്മുടെ ടെമ്പിൾ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ദ വേ പോവല്ലേ. ചില്ലിങ് വൈബാണോ അല്ലേ. നമ്മുടെ ക്യാമറമാനെ ആയിരിക്കും അച്ചിരുന്നില്ല എന്നുള്ളൊരു വിഷമം ക്യാമറമാൻ ഉണ്ടായിരുന്നു അല്ലേ. ക്യാമറമാൻ ഫുൾ അവസ്ഥ. ഇത് പശുവാണ്, പക്ഷെ കൊമ്പ് കണ്ട് ഞങ്ങൾ കാളയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മോസ്റ്റാണ് കാള തന്നെയാണ്. അല്ലല്ല, അതിന് ഈ പൊട്ടനെ കണ്ടില്ല. പമ്പരമാണ്, പമ്പരം നമുക്ക് വാങ്ങാം. ഈ കളർ മതി, ഈ കളർ മതി. ഇതെങ്ങനെയാ യൂസ്, എങ്ങനെയാ സ്റ്റാർട്ട് എങ്ങനെയാ ചെയ്യുന്നത്? നൂല് പൊട്ടിപ്പോയാൽ നൂല് ഇടാം, ഓട്ടുണ്ട്. നൂല് പോയാൽ നൂല് കെട്ടാം, നൂല് എക്സ്ട്രാ കൊടുക്കാം. പിന്നെ ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ ആയാലും പൊട്ടിപ്പോയി ഉണ്ടാക്കി വരും. ഇത് ഉദാഹരണം. രണ്ട് ടൈപ്പില് ഇവിടെ രണ്ടേ പേരുണ്ട്. ഇവിടെ കെട്ടാൻ പറ്റും. 1 2 3 കൈ നോർമൽ നമുക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ള പമ്പരാണ് കിട്ടിയിരിക്കുന്നത്. ആയിക്കൊണ്ടേ ഇരുന്നാ മതി. നൂൽ പൊട്ടിപ്പോയാൽ സെപ്പറേറ്റ് ആയി എടുക്കും, തനിയാ വെച്ചുകൊള്ളു. വെള്ളത്തിലൊക്കെ വെച്ച് നമുക്ക് കറക്കായി. ഇനി മൊത്തത്തിൽ വേണ്ടി കറങ്ങാൻ വേണ്ടി പോവാ. കറങ്ങി കറങ്ങി മോസ്റ്റ് കുന്നിന്റെ വെള്ളമാണ് ഗൈസ്. പമ്പര വാങ്ങിയ സന്തോഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. പുറത്തിറങ്ങി നമുക്ക് വീട് കാണുന്നില്ല. ഒറ്റ ഇല പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു മരമാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. ആ മരം കാണാൻ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട് അത് കാണാനായിട്ട്. ആക്കാൻ പറ്റും. ഹായ് ഹായ്, തൊട്ട് നോക്കിയാലോ. പാവാഞ്ഞ് മൂക്കിനിട്ട് ഇടി കിട്ടാത്ത ഭാഗ്യം ഗായ്സ്. അമ്മയെ പതുക്കെ നടക്കണം ഗൈസ്. മോസ്റ്റിന്റെ വെള്ളമാണ് ഇവിടെ, നമുക്ക് നടക്കാൻ ഗൈസ്.
പറഞ്ഞോ എന്താ ഒത്തിരി നടക്കാണ്ടേ. അപ്പൊ സൈഡിൽ ഇതേ പൂമാലയും സന്തോഷമായിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ ചേട്ടനെ നമ്മള് ഇതൊക്കെ സൈഡിൽ ഒത്തിരി പൂക്കളൊക്കെ പല ടൈപ്പിലുള്ള ചെമ്പകം മാങ്ങയൊക്കെ പോയാലോ. വെള്ളം എന്തൊക്കെ വേണോ അതൊക്കെ എല്ലാം ഉണ്ട് ഗൈസ്. ബ്രഷ് അടക്കമുണ്ട്, സാധനങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അറിയാലോ. നമ്മള് ഫുൾ പ്പോഴേക്കും നല്ല മോസ്റ്റ് കാറ്റാണ്. നമ്മുടെ സ്പെഷ്യാലിറ്റി ആണ് മോസ്റ്റ് കാറ്റ്. അങ്ങനെ ഓർത്ത് മറന്നേ പോയി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മരുന്നുമല ഇത് അവിടെ വരെ നമുക്ക് നടന്നെത്തണം. നമുക്ക് ഓൺ ദ വേ പോവാം. ദൈവമേ, ബസ്സിലൂടെ ഇപ്പം ക്യാമറമാൻ പോകും. ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് പതുക്കെ ബ്ലോക്ക് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് പറ്റുള്ളൂ. ഓടിപ്പടച്ച് നമുക്ക് പറ്റുമോ ചേച്ചി? ഇല്ല, പറ്റില്ല. നമ്മുടെ കാര്യല്ലേ. അതെ. അപ്പൊ അതെ ബസ്സൊക്കെ ഇതാ പോകുന്നുണ്ട്. എൻട്രൻസ് അവരെവിടെ? അവരപ്പുറത്തേക്കായോ? ഇതൊക്കെ കാഴ്ച അവരവിടെ ഉണ്ട്. അപ്പൊ അവര് വരട്ടെ, നമുക്ക് നടക്കാം. അപ്പം നോക്കിക്ക് വാ, അവിടേക്ക് ചെന്ന് കയറുമ്പോ തന്നെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാണ്. കാര്യം ഭാഗത്തിന് ക്ലൈമറ്റ് നോക്കുമ്പോ ഇപ്പൊ വെയിലില്ല, അതാണ് ഏറ്റവും നല്ലത്. മഴ ഇപ്പൊ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും. അതാണ് ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് ബാത്റൂം ഒക്കെ ഉണ്ട്. അമ്മച്ചി മമ്മ പതുക്കെ വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഓം ശ്രീ തീർത്ഥാടന സംഘം നടുവട്ടം ടീമിന്റെ കൂടെയാണ് നമ്മളിപ്പം ട്രിപ്പ് പോകുന്നത്. അതിലേ അവരാ വരുന്നുണ്ടോ? അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. വാ. നമുക്ക് ഡൗട്ടായിരുന്നു ഏത് വഴിക്കാ പോകണ്ടേന്ന്. അപ്പൊ നമ്മൾ അമ്മച്ചിക്ക് നടക്കാൻ പതുക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരെ കൂട്ടുമ്പോട്ട് പോകുന്ന പോലെ അവർ ഓടി പോയിട്ടുണ്ട്. പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വരില്ല. അപ്പൊ നമുക്ക് ഓൺ ദ വേ നടക്കാം കേട്ടോ. ചില്ലിങ് വൈബാണല്ലേ മക്ക? ഞാൻ കാറ്റ് ആള് ശരിയല്ല കേട്ടോ. അതെ, ഹെയർ സ്റ്റൈലും എന്റെ മാലയൊക്കെ കാറ്റാണ്. നീ ആരെ കാണിക്കുന്നേ? എന്നെ ക്യാമറമാൻ ശരിയല്ല കേട്ടോ. അമ്മേ ക്യാമറ ഇതാക്കാൻ അറിയത്തില്ല. ക്യാമറ എല്ലാം എടുക്കും വേണം. അപ്പൊ നമ്മുടെ മോസ്റ്റ് ക്യാമറമാനായ വേസ്റ്റ് ഒക്കെ എടുത്തു വെക്കുന്ന എന്തിനാണ്? എന്റെ നീ അവിടെ പോയി അല്ലടാ, കാണിക്കുമ്പോ നമ്മളെല്ലാം കാണിക്കണ്ടല്ലേ. എല്ലാം ചെയ്യണം. കുട്ടിക്കോ മോസ്റ്റ് വൃത്തികെട്ട സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കാല് കൊണ്ടുവന്ന് കുത്തിയിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പബ്ലിക്കായിട്ടാണ് യൂറിൻ പാസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നത് പബ്ലിക്കായിട്ടാണ്. കാരണം ഒരു ചേച്ചിയും ഒക്കെ നിന്ന് കാണിക്കുന്ന അവരൊക്കെ പേ ചെയ്യുന്നത് ഉള്ള കാര്യം പറയാലോ. ഈ ഷൂ ഈ ഡ്രസ്സൊക്കെ ഏത് വെള്ളത്തിൽ കിടക്കണം? അതെ, നമ്മുടെ ഡെറ്റോൾ വെള്ളത്തിൽ കിടക്കണം, മഞ്ഞൾ വെള്ളത്തിൽ മുങ്ങേണ്ട അവസ്ഥയിൽ. കാരണം അത്രയും ബസ് വൃത്തികെട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇത് ബസ് സ്റ്റാൻഡൊക്കെ ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അമ്പലത്തിൻ്റെ അവിടെ. അമ്പലത്തിൻ്റെ അവിടെ ബസ് ഉണ്ട്. നമുക്കൊന്നും അങ്ങനെ പോയാലോ? പക്ഷെ അതിനവിടെ പോയി പാസ്സൊക്കെ എടുക്കണം അമ്പലത്തിൽ പോയിട്ട്. അപ്പൊ ഇഷ്ടം പോലെ പല തരത്തിലുള്ള ഉണ്ട് കൈസ് ഇവിടെ. പല തരത്തിലുള്ള കമ്മലുകൾ എന്ത് വേണം അതെല്ലാം അവിടെ ഉണ്ട്. എന്റെ റേറ്റ് ഒന്നും നമുക്കറിയില്ല കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല കൈസ്. ഇപ്പൊ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ് ഓടി വരും. അതുകൊണ്ട് പൈസ നിൽക്കണ്ട. അതെ തന്നെ. അവിടേക്കൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ടാ. മോസ്റ്റ് തിരക്കാണേ. കുഴപ്പമില്ല. എന്നാലും പമ്പരം ചേട്ടൻ്റെ എതിരെ വരില്ല. അടിപൊളിയാണ്. നല്ല ഷേപ്പിലാണ് മാങ്ങയൊക്കെ വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ. ഓ സൂപ്പറാണ്. ഇവിടെ ഫുഡ് പൊരിയും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളതുണ്ട്. പല ടൈപ്പുകളുണ്ട്. നമ്മുടെ ഫേവറേറ്റ് കഴിച്ചത് പൈങ്ങൾക്ക് ഇഷ്ടമുള്ള ചാണകം അതവിടെ ഉണ്ട്. എടുത്തോ നിനക്ക് വേണേ. കുഞ്ഞാച്ചി ഇട്ട് വെച്ചിട്ട് പോയിട്ട് എന്നോട് എടുത്തോളാം. അതൊരു നല്ല മുല്ലപ്പൂത്ത്. പുളിമുട്ടായി കാഴ്ച പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. അതെ, ചോർക്ക് പോട്ട് കഴിക്കാൻ തോന്നുന്നില്ല. നിങ്ങളുടെ സ്റ്റുഡിയോയോ? എല്ലാം ഉണ്ടാവും. വാ, ഒരു മൈലാഞ്ചി ഡിസൈൻ സീൻ എല്ലാ മുല്ലപ്പൂക്കടയാണ് കഴിച്ച അധികം. നമ്മുടെയൊക്കെ എവിടെയാണ് ഷെയ്ഡ് നടക്കണം. ജുളമികളും ഉണ്ട്. ഒരു അടിപൊളി. ഇത് എന്ത് മരമാടാ?
അയ്യോ ഒരു പേര് പറയൂ. എന്താ പറയാ അമ്മച്ചി? എന്താല് ഇത് ആലാണോ? ആലല്ലോ അത് എന്തോ ആലാണ്. നമുക്കിത് വള്ളിയാലിന്റെ പേരിടാം. വള്ളിയാലാണ് ബാർബീനെ എനിക്ക് വേണം. എനിക്ക് ഇഷ്ടമായി. എനിക്ക് എന്റെ പച്ച മതി. എനിക്കിതിന് ഇഷ്ടമായി. നല്ല രസമാണ്. എനിക്ക് ഇതിനെ വേണം. എനിക്ക് അതിനെ വേണം. എനിക്ക് ആരിലും ഇല്ല. കൊച്ചടന്നേ കടയിലേക്കൊന്നും നോക്കണ്ട. കടയിലേക്കൊന്നും നോക്കണ്ട. നടക്ക് വേണം. എന്താ പറയുന്നില്ല. അതെ അവർക്ക് എണീറ്റ് വരാൻ മതി. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. വേണ്ട പോയി. അതെ അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും പറയേണ്ടത് വഴി കൂടി ഞാൻ ചിട്ട് വെച്ചോണ്ടിട്ട് മനസ്സിനെ ചവിട്ടാൻ വേണ്ടി കൊണ്ടിട്ടേക്കോ. എന്ത് കാഴ്ച പപ്പടോ? എന്താ ദൈവമേ, ഒന്നാമത് പൈസ ഇല്ല. ചപ്പളാ തരുന്നേ. അതിന്റെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ബാർബിയിലേക്ക് വാങ്ങിയാലേ. ഡയലോഗാണ് അടിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇത് എന്നെ കാണിക്കുന്നില്ല. അയ്യോ കാണിക്കാൻ പറഞ്ഞ മാത്രം കാണിക്കുന്നേ. ഓക്കേ ഗയ്സ്, നമുക്ക് ഓൺ ദ വേ കാണാം. യെസ് ഗയ്സ്, അതിന്റെ അവിടെ എൻട്രൻസ് ഉണ്ട്. അടിപൊളി ഫോട്ടോ കണ്ടിട്ടുണ്ട്. നോക്ക്, കൈ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗായ്സ്, അപ്പൊ നമ്മൾ നമ്മുടെ മരുതുമലന്റെ എൻട്രൻസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് കാറ്റിന്റെ ദിശക്കനുസരിച്ച് കൊട പിടിക്കാൻ അറിയണം. നമ്മൾ തലതിരിഞ്ഞ് പോകും, വെള്ളം സംഭരിക്കും. നമ്മുടെ അമ്മച്ചി ബസ്സിന് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4 പേരുമാണ് നടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ മരുതുമല പറഞ്ഞ അതാണ് കേട്ടോ. മണ്ടനെ ഷോപ്സ് എല്ലാം കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു എന്നെ നനയ്ക്കല്ലേ. ദൈവമേ, എല്ലായിടത്തും ബാർബി ഡോൾസ് ഉണ്ട്. എനിക്ക് എല്ലാ ബാർബി ഡോൾസിനെ വേണം. ഗായ്സ്, അറിയത്തില്ല, ഡോൾസിനെ കാണുമ്പോൾ എന്റെ മോസ്റ്റ് ഇഷ്ടമാണ്. അതൊരു മോസ്റ്റ് ആണ്. അടുത്ത് കമ്മലാണ്. അയ്യോ, ഇതെല്ലാം മിഠായിസ് ആയിരുന്നു ഗായ്സ്. ഞാൻ സത്യമായിട്ട് ഓർത്ത് കമ്മൽ. നോക്കൂ, എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിരത്തിയത്. സ്റ്റാർ ഫ്രൂട്ടും ഒക്കെ. സ്റ്റാർ ഫ്രൂട്ട് ഇത് ഇതുണ്ടോ? വാവ്, മാംഗോ ഒക്കെ. ഇത് എല്ലാ കാര്യങ്ങളും ഇത് നൈസിൽ കാണിക്കും. മണം വരുമ്പോ തിന്നാനുണ്ട്. പക്ഷേ ചുണ്ടയിലിരിപ്പുണ്ട്. ഈച്ചയാണ് ചുണ്ടയിലിരിക്കുന്നത്. അതുകൊണ്ട് വിഷയമാണ്. നമ്മുടെ മരുതമലയുടെ ഇതാ പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ അകത്തേക്ക് കടന്നു പോകാൻ വേണ്ടിട്ട് നമുക്ക് ഓൺ ദ വേ കൊടേന്റെ ആവശ്യമില്ലല്ലോ. സോറി ഗൈസ്, ഇപ്പം അയാൾ ഓടി വന്ന് അയാളുടെ സാധനം എടുത്തോണ്ട് ഞങ്ങൾ വേണ്ട. അല്ലെങ്കിൽ നിങ്ങളെ പപ്പടം കിട്ടിയിട്ടാ. അതന്നെ അവളോട് പോകാൻ പറ. അതെ, മധുരമില്ല, പപ്പടം കിട്ടിയില്ല ഇനിയിപ്പോ ഞങ്ങൾക്ക്. അതന്നെ കിട്ടിയ തിന്നും. ആ പുളിമുട്ടായി വരത്തില്ലായിരുന്നു. അതിനകത്താണ് നമുക്ക് മോസ്റ്റ് ആയിരുന്നു. അതെ, അപ്പൊ നമ്മള് ചെരുപ്പ് ചെയ്യുന്നില്ലേ? വാ, ഒന്നും നോക്കണ്ട, നടന്നോ. അതിന്റെ ഒക്കെ ഇടയ്ക്ക് വെക്ക്. കാല് കൊള്ളാന്ന് നടവാതിക്കൽ തന്നെ കർപ്പൂരം കത്തിച്ചിട്ടുണ്ട്. കുറച്ച് കർപ്പൂരം മണക്കാം. ഇങ്ങോട്ട് പോവാം. അപ്പൊ മണത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നടക്കുന്ന കയറാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കാല് ഇവിടെ വെക്കാൻ തന്നെ എനിക്ക് ഉറപ്പാവുന്നുണ്ട്. ഇവിടേക്ക് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാ ഇതൊക്കെ ഞാൻ അവിടെ ഓടിച്ചടിക്കാറോ. അപ്പൊ അവര് നടക്കിരിക്കുന്നതോ അതിന് കുഴപ്പമില്ല. നമ്മളോട് മിക്കവാറും ചാവാൻ തുടങ്ങുന്ന നമ്മുടെ എനിക്ക് തോന്നുന്നത്. അപ്പം അമ്മയും അവരുടെ ഓൺ ദ വേ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇവരെന്താ സ്വപ്നം കണ്ടോണ്ട് അവരെന്താ സ്വപ്നം കാണുന്നത്. ഗായ്സ്, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റെപ്സ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഇത് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എത്ര സ്റ്റെപ്പാണ് നമ്മൾ കയറുന്നതിൻ്റെ എന്നുള്ള ഒരു കൗണ്ടായിരുന്നു. അപ്പം 10 സ്റ്റെപ്പ് തന്നെ ഇപ്പം നമ്മൾ കയറിയിട്ടുണ്ടെന്ന് അവർ കാണിച്ചിട്ടുണ്ട് സൈഡിൽ കേട്ടോ. അപ്പം നമ്മളോട് അവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റെപ്സ് അധികം നടക്കാൻ അധികം ഇല്ല, നടന്നു പോകാമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോവുകയും ചെയ്യാം, അധികം ദൂരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പം അമ്മച്ചീനെ നമ്മൾ ബസ്സിലാക്കി വിട്ടിട്ടുമുണ്ട്. അപ്പം നമ്മൾ നടന്നാണ് പോകുന്നത്. മഴയുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള ഒരാൾക്കാരെ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അതാണ് വേറൊരു അത്ഭുതം. കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യോ എനിക്ക് അറിയില്ല, മോശാവസ്ഥയാവാണ് ഗൈസേ. നിൽക്കാൻ അവിടെ വിളക്ക് കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ട്
ഓക്കെ, നമ്മുടെ മുരുകന്റെ മയിലാണ്, നമ്മുടെ മുരുകന്റെ വാഹനമായ നമ്മുടെ മുരുകന്റെ മയിലാണ് അവിടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാം. അമ്മ ഇത് അടുത്ത എൻട്രൻസ് ആണ് ഗൈസ് വരുന്നത്. ഇത് ഇവിടെ എന്താ സംഭവം എന്ന് അറിയത്തില്ല അല്ലേ മങ്ക? അതെ, അപ്പോൾ ഇങ്ങോട്ട് പോയി നോക്കാം. അപ്പം ക്യാമറമാൻ നനയുന്നെന്നാണ് നമ്മുടെ ബ്ലോഗർ പറയുന്നത്. ഇപ്പം പറയും ക്യാമറ കൊണ്ടുവരുന്നത്. ക്യാമറ കുറച്ച് നന്നല്ലോ. പിന്നെ അവിടെ എന്താ പൂജയൊക്കെ ഉണ്ട്. അവിടെ നോക്കി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാമല്ലേ? നമുക്ക് അവിടെ പ്രാർത്ഥിച്ചിട്ട് പോവാം. അവർ വരട്ടെ, അവിടെ പോവാം. നമുക്കിത് അവിടെ ഒരു ചെറിയ കോവിൽ പോലെ ഉണ്ട്, നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. അമ്മയും ഇവിടെ ക്യാമറ അവിടെ നിന്ന് പറയുമായിരിക്കും ചിലപ്പോൾ. എനിക്കറിയില്ലടാ, നീ വാങ്ങത്ത് നോക്കി. വേണ്ട കൈസ്, എന്തായാലും ഞാൻ ക്യാമറ ഇപ്പോൾ ഓഫ് ആക്കിയിട്ടോ. നമുക്കിത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിഘ്നേശ്വരനായിരുന്നു ഭസ്മം കിട്ടിയിട്ടുണ്ട്. കൈ കാണിക്കണമെങ്കിൽ ഭസ്മം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തൊടാം. നമുക്ക് തൊട്ടേക്കാട്ടോ. എനിക്ക് തൊട്ട് വരുമോ? ആ, തൊട്ടുതരാം. ഇത് കഴിച്ച് തൊട്ടു. അപ്പോൾ പൈങ്കിളിക്കും തൊട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഭസ്മം ഇത് നമ്മുടെ പങ്ക തിന്നുകയും ചെയ്യും. എനിക്കും ഭസ്മം തിന്ന് ഗൈസ് എൻ്റെ തൊണ്ടയിൽ ഒച്ച വരെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭസ്മൊക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മളിനി ഓൺ ദ വേ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ മഴ വരുന്നതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഒരു വിഷയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഉരുണ്ട് വരാൻ പറ്റും. ഓൺ ദ വേ നമുക്ക് നടക്കാം. അതെ, നമ്മുടെ അമ്മയും ആവാറ്റിയൊക്കെ വരുന്നുണ്ട്. അമ്മച്ചി മുകളിലെത്തി കാണും അല്ലേ? ഞാൻ കയറാവേ. നമ്മുടെ ഈ മരുതുമലൈ ക്ഷേത്രത്തിന് ചുറ്റും പുണ്യതീർത്ഥ ഉറവകളുണ്ട് ഗൈസ്. അപ്പം അതുപോലെ തന്നെ ഉറവകൾ മാത്രമല്ല, കുളങ്ങളും ഉണ്ട്. അപ്പം ഇതിലെ ജലത്തിന് ഭയങ്കരമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൽ പൂർണ്ണമായിട്ടും നിരവധി ഔഷധ സസ്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആയുർവേദ ഷോപ്പുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എല്ലാത്തിനും തന്നെ ഔഷധം പറിക്കുന്നത് നമ്മുടെ ഈ കുന്നിൽ നിന്നാണ് കേട്ടോ. നമ്മളപ്പോൾ എന്തുകൊണ്ടും ഒരു പുണ്യ സ്ഥലത്താണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. എങ്കിലും മനുഷ്യന്മാരാണ് എല്ലാം വൃത്തികേടാക്കുന്നത്. ആ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം നമ്മളെല്ലാവരും സൂക്ഷിക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ള കാര്യം ആരും മറക്കണ്ട. ഇവിടെ അടിപൊളി ട്രീ ഉണ്ട്. ട്രീൻ്റെ ചോട്ടിൽ ദൈവങ്ങളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അവിടെ മരുതുമല കയറിയിട്ട് ഇറങ്ങി വരുന്നവരാണ്. അപ്പം കണ്ടോ, ഈ ട്രീ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ പഴനിക്ക് പോയിട്ട് വരുന്ന പോലെ അല്ലേ? അപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ മഴ കൂടി. അമ്മയെ പറഞ്ഞപ്പോഴേക്കും മഴ കൂടി. അപ്പം നെക്സ്റ്റ് അടുത്തതായിട്ടുള്ളൊരു സംഭവമാണ് എൻട്രൻസ് കൊണ്ട് പോവും. ഓക്കെ, എല്ലാവരും മഴ നനയാതെയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരെ നടക്കാം. അങ്ങനെ നമ്മളിതേ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒത്തിരി എൻട്രൻസുകൾ നമുക്കിങ്ങനെ കടന്ന് വരണം. എടാ ഇങ്ങോട്ട് നോക്ക്. ഇതേ അമ്മയും മാമാറ്റം നടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ, എടുത്തരാം കേട്ടോ, വീട്ടിൽ എടുത്തരാം. ഗായ്സ്, ഇവിടെ കണ്ടോ വലിയൊരു പാറയുണ്ട്. കണ്ടോ, ABRSSJDS. എൻ്റെ പൊക്കത്ത് എനിക്ക് കയറണം എന്നുണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മൂക്കൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ദൈവമേ, തൊണ്ടയിൽ വിക്സ് കുളി എന്തിനാടാ മനുഷ്യനെ കൊല്ലുന്നത്? അപ്പം നമുക്ക് ഇനി ഒത്തിരി നടക്കാനുണ്ട്. സോറി, നടന്നു പോകാം ഗൈസ്. കണ്ടോ, അംബ്രല്ല പിടിച്ചാര് വരുന്നു. ആ, എൻ്റെ നമുക്കതങ്ങ് എടുക്കാറുന്നില്ലേ? അയ്യോ, എന്താ കാലമാടാ. ഇനിയിപ്പോൾ അകത്ത് ദൈവമെന്ന് പറയുമോ? പറയാൻ പറ്റില്ല കേട്ടോ. നമ്മള് ഇതായിട്ട് ദോഷമെന്ന് പറയും. ഇനിയിപ്പോൾ ആ ദൈവത്തിൻ്റെ പുറത്ത് നമ്മൾ ചവിട്ടാൻ പോകണ്ട. അടുത്ത എൻട്രൻസിലേക്ക് ഇറങ്ങും. കണ്ടോ, നമ്മുടെ സുബ്രഹ്മണ്യ. അങ്ങനെ ഓരോരോ ഇത് നമുക്ക് കാണാനായിട്ടുണ്ട്. മയിലിനെ കൂടെ കാണാനായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറേ കടകളും ഉണ്ട്. അതെ, നടക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അതെ നടക്കാം. ഇടയ്ക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട്. കേൾക്കാം. ഇപ്പൊ ചുണ്ടയിലൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പോകുന്നുണ്ട്. എനിക്കാണോ ചുണ്ടയിൽ? അയ്യോ വേണ്ട. ഗായ്സ്, അപ്പൊ നോക്കിക്കേ, അവിടെ എന്തൊരു ഭംഗിയാ നോക്ക്. എനിക്ക് കാണാത്ത മലകൾ എനിക്ക് കാണുന്നത്. എന്നെ ഫ്രണ്ട് ക്യാമറ ആണോ വേണ്ട. അപ്പൊ നമ്മളിവിടെ നിൽക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ മമ്മേ? എല്ലാവരും നിൽക്കാൻ നോക്ക്. അടുത്തത് എൻട്രൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നടക്കണം കേട്ടോ. ഇത് അവിടേക്കൊക്കെ ടൗൺ മുഴുവനും നമുക്ക് കാണാവേ. ഇവിടെ ഇത് ടൗൺ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാണാൻ പറ്റും. നമുക്ക് കുറേ കാണാൻ വേണ്ടി നമുക്ക് മുമ്പിലേക്ക് നടക്കാം. ഗായ്സ്, അപ്പം നമ്മുടെ ഈ മരുതുമലൈ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള കാറ്റും അതേപോലെ തന്നെ ഇടയ്ക്കിടെ ഇടവിട്ടിട്ടുള്ള മഴയും. പിന്നെ മഴേൻ്റെ സീസണിലായതുകൊണ്ട് പിന്നെ പറയേ വേണ്ടല്ലോ. മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തുണ്ട് ഗായ്സ്.
മടുത്തൊന്നും പറയാൻ പറ്റില്ല. മടുത്തില്ല. മടുക്കൂലല്ലോ. അതെ. മടുത്തിട്ടില്ല. നോക്കിക്കേ. വാട്ട് എ വ്യൂ. ഇതിന്റെ എന്റെ എവിടെയാണോ നമ്മളിപ്പോ എത്രാമത്തെ സ്റ്റെപ്പ് കയറുന്നേ? 241. ഇപ്പൊ നമുക്ക് അടുത്ത ലെവലിൽ കാണാൻ എത്രാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ 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 താകൃതാളം കളിച്ച് വേണം ബാക്കോട്ട് കിടന്നാല് അതന്നെ അടുത്ത സ്റ്റെപ്പിന് വെച്ച് വെള്ളത്തിരിക്കും. ആണോ? ഉണ്ടാവും. അതോ അത് വേണോ? ഇച്ചിരി കൂടി പോയില്ലേ? ഇതാ അത് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ കല്ലൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ഈ ചവിട്ടി കയറുന്ന പടികളെല്ലാം കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ ഏകദേശം 890ഓളം പടികൾക്ക് മേലെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മരുതമലയിലേക്ക് കയറുന്ന ഈ പടികളെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പഴനിമലയ്ക്ക് സാമ്യം തന്നെയാണ് ശരിക്കും നമുക്ക് നമ്മുടെ ഈ മരുതമല നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളിനി മുകളിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ ഒരു കോവിലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് വരുന്നുണ്ട്. വാ, ഞങ്ങൾ പോയി നെറ്റി ചന്ദനം വാങ്ങി നല്ല എന്താ പറയുക ആണ്ടിപ്പണ്ടാരങ്ങളായി. ഗായ്സ്, അപ്പം നമ്മൾ മരുതമലയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ കോവിലുകളുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കൂടി. അപ്പോൾ നമുക്ക് അവിടെ കയറി പ്രാർത്ഥിക്കാനും പറ്റും. അവിടെ നമുക്ക് പ്രസാദമായിട്ട് ഭസ്മമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ നമുക്ക് ഭസ്മമാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് നെറ്റിയിൽ ഇതേ ലൈവായിട്ട് ചന്ദനം തൊട്ട് തരുന്നുണ്ട്. ചന്ദനമല്ല, ഭസ്മം തൊട്ട് തരുന്നത്. എപ്പോഴും ചന്ദനം എന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ അതേ ഭസ്മം തൊടാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഞാനത് ഒരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഭസ്മം തൊട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ആട്ടുംകൂട്ടനും അതിൽ നടപ്പുണ്ടിട്ടതേ കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വേൽമുരുകനൊക്കെ ഹരോഹരയായിട്ടുണ്ട്. നമുക്കിത് അവിടെ പ്രാർത്ഥിക്കാം. ആരെ ചെല്ല്, ആരെ പോയി ഭക്ഷണം കേട്ടോ. ചെല്ല്. അമ്മ എങ്ങനെയുണ്ടമ്മേ? എടുത്തോ ഗായ്സ്. അങ്ങനെ നമ്മുടെ വാവാറ്റിയും പ്രസാദം തൊടാൻ വേണ്ടി നിൽക്കുകയാണേ. അപ്പം നമ്മൾ ആ വാവാറ്റിന് പ്രസാദം തൊടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആടുകൾ നമുക്ക് കാണാം അല്ലേ. അപ്പം നമ്മുടെ ക്ടാവിനെ നമ്മൾ താഴെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മുടെ പേരൂർ പുരാണ പ്രകാരം നമ്മുടെ ഗോമാതാവായ കാമധേനു ഈ കുന്നിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ മേയുകയും മരുതമലയുടെ ചുവട്ടിലെ ഉറവകളിൽ നിന്ന് വെള്ളം കുടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആടിനെയും പശുവിനെയും ക്ടാവിനെയും ഒക്കെ നമ്മളിവിടെ ദൈവമായിട്ട് കാണപ്പെടുന്നു. ആരും ഇതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല. ദൈവത്തിനെ പോലെയാണ് കാണുന്നത് ഗായ്സ്. ഭഗവാനെ ഭയങ്കര കാറ്റാണ് ഗൈസ്. കുന്നുംപൊക്കത്തായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. മോസ്റ്റ് കാറ്റാണ്. ഞാനത് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ഇതേ വരുന്നു. ഗായ്സ്, എനിക്ക് ആടമ്മേനെ കണ്ടപ്പോൾ നമ്മുടെ പുഞ്ചിരീനെയാണ് എനിക്ക് വേഗം ഓർമ്മ വന്നത്. എനിക്ക് ശരിക്കും നമ്മുടെ പുഞ്ചിരീനെ പോലെ തോന്നി. അവൻ്റെ വയറ്റിൽ വാവയുണ്ട്. എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി നമ്മുടെ ആടിനോട് കേട്ടോ. ഭയങ്കര സ്നേഹം തോന്നി. ഇതിന്റെ താടിയൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിലെന്തോ ഉണ്ടെന്ന് ഓർത്തോണ്ടാണ് ആള് വന്നത്. ഒന്നുമില്ല കേട്ടോ കയ്യില്. കൈ വേണേ തരണോ ചപ്പാൻ? ഒന്നുമില്ല. അയ്യോ നോക്കണത്. ഇതിനെ തൊട്ടതിന് ആരിലും എന്തെങ്കിലും പറയാൻ വരുമോ? അറിയില്ല. ഇവിടുത്തെ ഒന്നുമില്ല. പോട്ടെ കേട്ടോ. ഭയങ്കര സ്നേഹം ഉണ്ട് കേട്ടോ അതിന്. ഇപ്പൊ വീണേന് ഗായ്സ്. അപ്പം ദണ്ഡുത പാണിയായി ആരാധിക്കപ്പെടുന്ന മരുതമലൈ മുരുകനാണ് നമ്മുടെ ഈ മരുതമലൈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മളിതേ നമ്മുടെ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചോറ്റാനിക്കടേൻ്റെ ഒക്കെ ഫീൽ ഉണ്ട്. അതെ, എന്ത് മരുതമല അല്ലേ? അതെ. ഇപ്പൊ സാക്ഷാത്ത് കണ്ടിട്ട് എന്നൊക്കെ നമ്മളീ പൊങ്ങി വന്നു. ഈശ്വര, ഇപ്പൊ എന്റെ കാലൊടിഞ്ഞേനെ. എന്താ നോക്കണ കുറെ ഓഫാക്കിയോളാ. ഇനി അങ്ങോട്ട് വരില്ല. ഭയങ്കര അവസ്ഥയാണ്. അപ്പൊ നമ്മളിനി കാലി കുത്തിയടാ. കാലി കുത്തി. അവരവിടെ നീ ഇവിടെ നിന്ന് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് വരാൻ പോകുന്നത് ദൈവത്തിനറിയാം. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം ഗായ്സ്. അങ്ങനെ നടന്ന് മടുത്ത് എങ്ങനെയൊക്കെയോ നമ്മളിതേ കുന്നിൻ പൊക്കത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ
ആ മുകളിൽ കാണുന്ന നിങ്ങൾ കണ്ടോ? ഞാനൊന്ന് കാണിച്ചു തരാൻ കറക്റ്റായിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഗായ്സ്. അപ്പം ഏകദേശം 600 അടി ഉയരമുള്ള വലിയൊരു കരിങ്കൽ കുന്നാണ് മധുര ജലപതി കുടികൊള്ളുന്ന ആ മരുതുമല എന്ന് പറയുന്നത് കേട്ടോ. മുകളിൽ കണ്ടില്ല, അത് പറ്റില്ല, വേർഡാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പൊ അവിടെ ശരിക്കും നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ മരുതുമല. നമ്മൾ ലാസ്റ്റ് അമ്മച്ചീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ അമ്മച്ചി കയറി വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇവിടെ വന്ന് നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഫോളോ ചെയ്താൽ ഗായ്സ്. അപ്പം നമ്മുടെ മരുതുമലയും ആണ്ടവൻ, അതായത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒന്നിലേറെ പേരിൽ നമ്മൾ അറിയപ്പെടും. മരുതുമല ആണ്ടവൻ, അതുപോലെ തന്നെ മരുധാ ജലപതി എന്ന് അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ദണ്ഡായുധൻ പാണി, അങ്ങനെ ഒന്നിലധികം പേരിൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി അടുത്ത് നമ്മളെ സ്വാമീനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അമ്മച്ചീനെ എന്തായാലും നമ്മൾ ബസ്സിലാണ് നമ്മൾ വിട്ടത്. അപ്പം നമ്മൾ തന്നെ ഇത്രയും കയറി ചത്തു, അതിന് തുല്യം നമ്മൾ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർക്കുകയാണ് നമുക്ക് ബസ്സിന് വന്നാൽ മതി, തിരിച്ചു പോകുമ്പോൾ നടന്ന് വന്നാൽ മതി നമ്മളിപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ. അത്രമേൽ നമ്മൾ മടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്റ്റെപ്പുകളാണ് ഗൈസ് കയറാനുള്ളത്. ഇഷ്ടംപോലെ ഇനി ഫ്രണ്ടിലേക്ക് കയറും, ഒരുപാട് നോക്കി കയറാനുണ്ട്. എസ്കലേറ്റർ വെക്കത്തില്ലായിരുന്നു. സത്യം എസ്കലേറ്റർ അത്യാവശ്യമാണ്, പക്ഷേ ഇത് നമ്മുടെ നേരത്തെ പോലെയാണ്. ഇതോടെ ഇപ്പം അടയ്ക്കുക. നമ്മുടെ കൂടെ വന്ന എല്ലാവരും ബസ്സിലാണ് പോയത് ഗൈസ്. നമ്മൾ 4 മാത്രമാണ് നടന്നു വന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും അതൊരു നേർച്ച പോലെ ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓർത്ത് എല്ലാവരും നടന്നു വരികയെന്ന് ഓർത്തത്. അറിയില്ലായിരുന്നു. നമ്മൾ ആരെയും പെട്ടെന്ന് കാണുന്നില്ല. നമ്മൾ ഇതിന്റെ മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. നോക്കണം, വഴിക്കുന്ന മറിക്കാം ഗായ്സ്. അപ്പം നമ്മുടെ മരുധാ ജലപതിയെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 തിരക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ തിരക്കിൽ അത്രയും ഡിഫിക്കൽട്ടീസിൽ കൂടി കടന്നു നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പം അമ്മച്ചിയും ബാവാറ്റയും അമ്മയും കൂടി ഇത് നടന്നു വരികയാണ്. അമ്മച്ചിക്കാണെങ്കിൽ പതുക്കെയാണ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മച്ചി ഈ സ്റ്റെയർ കേസൊക്കെ കയറുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ത്യാഗം ചെയ്തിട്ടാണ്. അപ്പം അമ്മച്ചിക്ക് തീരെ നടക്കാനും വയ്യ, കാലും വേദനയാണ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറുന്നത്. നമുക്ക് തന്നെ ഉപ്പൂറ്റി വേനെടുക്കുകയാണ് നടന്ന് അത്രയ്ക്ക് നമുക്ക് നടക്കാനും നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റിൽ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ക്യാമറ അലൗഡ് ആണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്നാലും ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂ എന്നാണ് പറഞ്ഞത്. കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ദർശനം കഴിഞ്ഞ് നമ്മൾ ഒരു പറവയൊക്കെ ഒറ്റ കാലി വന്നിരുന്നിട്ടുണ്ട്. അമ്മയൊന്ന് മോസ്റ്റ് ആയാലോ? ഭവാൻ ഇഷ്ടപ്പെട്ടു. എൻ്റെ ചപ്പത്തിലേ കഴിച്ചു, എൻ്റെ മോസ്റ്റ് അപ്പറിന്റെ വേണ്ട. നമ്മൾ അടുത്ത ക്യൂവിലേക്ക് നമ്മൾ നടക്കുകയാണ്. നമുക്ക് കാണാനുണ്ട്, നമുക്ക് പോവാം ഗായ്സ്. അപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വിളിച്ച് പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പം ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ അവർ മുരുകനക്ക് ഹരോഹരാന്ന് അവർ ഉറക്കെ വിളിച്ച് പറയുന്ന സൗണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടപ്പോൾ. അപ്പം നമ്മളിനി അടുത്ത ക്യൂവിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂ ആണ് ശരിക്കും നമ്മുടെ മരുധാ ജലപതിയെ കാണാൻ വേണ്ടി പോകുന്ന ക്യൂ ആണ്. അപ്പം നമ്മളിതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചത് അയ്യപ്പൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പം 18 പടികൾ ചവിട്ടി കയറിയിട്ടാണ് നമ്മൾ അയ്യപ്പനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നെക്സ്റ്റാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ക്യൂ എന്ന് പറയുന്നത് ഒരു 1.5 ക്യൂ തന്നെയായിരുന്നു. കാരണം പറയാതിരിക്കാൻ മേല, ക്യൂ അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. നിന്ന് നമ്മുടെ ഉപ്പൂറ്റി രണ്ടും ഒട്ടിങ്ങിപ്പോയി, നമ്മുടെ കാല് മരച്ചു പോയി. അതിനൊപ്പം മഴയും അതിനൊപ്പം വെള്ളവും ഉണ്ടായിരുന്നു. അപ്പം അതിനൊപ്പം തീരെ പറ്റില്ല ഗായ്സ്. നമുക്ക് നിന്ന് നമ്മൾ മടുക്കുമായിരുന്നു. ഞാൻ ഈ ചിരിക്കുന്നതൊക്കെ വെറും അഭിനയമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഗ്രില്ലുകളുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മച്ചി ഈ ക്യൂവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മച്ചി ഒരു 5 മിനിറ്റ് നിന്നു. അത് കഴിഞ്ഞവിടെ അമ്മച്ചി പറഞ്ഞു, ഇനി എനിക്ക് കാണണ്ട, എനിക്ക് വേഗം ഒന്ന് പോയാൽ മതി, എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മച്ചീൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തത്തിൽ അമ്മച്ചി അവശതയായിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞ് വേഗം തന്നെ എന്നെ നിങ്ങൾ അവിടേക്ക് കൊണ്ടുവിടുക, എനിക്ക്
പറ്റുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി ആകെപ്പാടെ അമ്മച്ചിക്ക് വയ്യായികയായിരുന്നു. അങ്ങനെ അമ്മച്ചി അത് കഴിഞ്ഞ പാടെ അമ്മച്ചി വേഗം തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈപ്പൂയം, പൈങ്കുനി ഉത്രം, തമിഴ് പുതുവത്സര ദിനം, ഇംഗ്ലീഷ് പുതുവത്സര ദിനം, കാർത്തികയ ദീപം, ഇങ്ങനെ തുടങ്ങിയ ചില ആഘോഷ ദിവസങ്ങളാണ് നമ്മുടെ ഈ അമ്പലത്തിലുള്ളത് കേട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ ഈ മരുതുമലയിൽ വന്നിട്ട് ഒരു മരുതുമരം പോലും കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരെണ്ണം. ഈ ഒരെണ്ണമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ നോക്കിയ ടൈമിൽ ഈ മരത്തിന് പൂജയും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ മരത്തിനെ ഇവർ പൂജിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഗായ്സ്, ഇതാ ഈ കാണുന്നതാണ് മരുതമരം. അപ്പം മരുതമരത്തിൻ്റെ കായൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അണ്ണാനൊക്കെ കടിച്ചു പറിച്ച് തിന്നുന്നതൊക്കെ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ശിവൻ ഇരിക്കുന്ന മരവും മരുതമരമാണ് കേട്ടോ. അപ്പോൾ അത് ആ കാണുന്നതാണ് നമ്മുടെ മരുതമരം കേട്ടോ. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒത്തിരി നെയിമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലേ. അപ്പോൾ അതിനകത്തൊരു നെയിമാണ് മരുതാജലപതി എന്നുള്ള പേര്. അപ്പം നിങ്ങളതെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം മരുതാജലപതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുതുമരങ്ങൾ നിറഞ്ഞ മലകളുടെ അധിപൻ എന്നാണ്. അപ്പം ഈ നെയിം വരാനുള്ള കാരണം തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ മരുതുമല എന്ന് ഈ ടെമ്പിളിന് പേര് വരാനുള്ള കാരണം നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവൂലേ. അപ്പം ഞാനിവിടെ ഈ ഒരു ട്രീ മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രീനെ എല്ലാവരും പൂജിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ല, ഒരു മയിലാണ് അതിൻ്റെ നടുക്കിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രതിമയാണ്. അപ്പോൾ നമ്മളിത് സ്വാമീനെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി നേരം നമ്മൾ ക്യൂവിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. നിന്ന് മടുത്തു കിട്ടും. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഈ ഗ്രില്ലിനകത്ത് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ് ഇതിങ്ങനെ കളയലാണ് ഇപ്പം നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ മാത്രമല്ല, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പകുതി എണ്ണത്തിന് എല്ലാത്തിനും തന്നെ പെയിൻറ്റിൽ എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിന്നും അടുത്തവരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, നമുക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പെയിൻറ് ഇങ്ങനെ കളയുന്നത് ഭയങ്കര സാറ്റിസ്ഫിക്കേഷനാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും പൈങ്ങളും കൂടി ഭയങ്കരമായിട്ട് പെയിൻറ് ഇതിങ്ങനെ ചിരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. നിന്ന് കാല് മുഴുവൻ നനച്ചു. മാത്രമല്ല മുണ്ടിൻ്റെ അടി ഫുൾ നനഞ്ഞും ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഗായ്സ്, നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിനെ കണ്ടു. അടിപൊളിയായിരുന്നു ഗായ്സിൻ്റെ എൻട്രൻസ് പറഞ്ഞിട്ടുള്ളത്. ഏറെ നേരത്തിന് ശേഷം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിനെ കണ്ട് തൊഴുതിട്ടുണ്ടായിരുന്നു. പുറത്തും കുറേ പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഗായ്സ് പറയാതിരിക്കാൻ പറ്റില്ല, അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരം തന്നെയായിരുന്നു. വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല, അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ ലാഗായത് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം വേറെ ഒന്നുമല്ല, പൈസ കൊടുത്ത് ദൈവത്തിനെ സിമ്പിളായി തൊഴുതു പോകാൻ പറ്റുന്ന ഒരു രീതിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ അവർ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്രയും നേരം അവിടെ നിന്ന് മടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50-100 രൂപ എങ്ങാണ്ട് അവിടെ കൊടുത്തിട്ട് ദൈവത്തിനെ പെട്ടെന്ന് കണ്ട് തൊഴുതിട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലാഗായി പോയത്. നമ്മളെ അവിടെ പിടിച്ചു നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് വിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും തന്നെ പൈസ കൊടുത്ത് വേഗം പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു. എന്തായാലും അത് ഭയങ്കര പക്ഷഭേദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിനെ കാണാൻ വരെ എന്താ പറയുക, പൈസ കൊടുക്കുന്നു. എന്താണ് ഗായ്സ് ഈ കേൾക്കുന്നതില്ലേ? ദൈവത്തിന് പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല. മനുഷ്യന്മാരെല്ലാവരും ഉണ്ടാക്കുന്ന ഓരോ വൃത്തികെട്ട രീതികളാണ്. അപ്പം സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ ദൈവത്തിനെ കാണിച്ച് എല്ലാവരും പൈസയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാരുടെ ഓരോ പരിപാടികളെ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? ദൈവം ഇതെല്ലാം കാണുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം. എൻ്റെ ഗായ്സ്, QR കോഡ് സ്കാനർ വരെയാണ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പൈസ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ദൈവം ഇപ്പം അവിടെ ഇരുന്നിട്ട് ഗൂഗിൾ പേയിൽ നോക്കുവാണല്ലോ എത്ര പേരെ എനിക്ക് പൈസ അയച്ചെന്ന്. ഗായ്സ്, അപ്പം ഇത് കണ്ടോ, അടിപൊളിയായിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവ് അല്ലേ പങ്ക. ഗായ്സ്, അപ്പം ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 600 അടി ഉയരമുള്ള വലിയൊരു കരിങ്കൽ കുന്നുണ്ടെന്ന്. അപ്പോൾ ആ കണ്ടതാണ് നമ്മുടെ 600 അടി ഉയരമുള്ള കരിങ്കൽ കുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് ഇപ്പോൾ നമുക്ക് അടിപൊളി വ്യൂ ആണ്. ജസ്റ്റ് അവിടെ വരെ പോയി നോക്കി നോക്കാം, സിറ്റിയൊക്കെ ഫുള്ള് കാണാം. നമ്മൾ ഈ കുന്നിൻ പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്കുള്ള വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സൈഡിലുണ്ടായിരുന്നു. മാത്രമല്ല മഴയും കാലങ്ങാനും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് വീഴും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. കാണുന്നുണ്ടോ? നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ
പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ടു, എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം മഴയ്ക്ക് ഇച്ചിരി ശമനമുണ്ട്, ഭാഗ്യം. അപ്പോൾ ഇത് എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഇതേ ഈ അടുത്തുള്ള ഞാനീ പോകുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ക്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്തിട്ട് കാണാൻ നിൽക്കുന്നതാണ്. എന്താല്ലേ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവത്തിനെ കാണാൻ വരെ പൈസ കൊടുക്കുന്നു. പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരാണ് എല്ലാവരും. പൈസ കണ്ണിലാണ് ദൈവമേ എല്ലാവരും എല്ലാം ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ പൈസയാണ്. മഴയായിട്ടും ഗായ്സ് ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മച്ചി എവിടെയെന്നായിരിക്കും നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവൂലേ? അമ്മച്ചി അവിടെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളോട് വേഗം പ്രാർത്ഥിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മുട്ടയടിച്ച് ചന്ദനം ചേച്ച് നിൽക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിസൈനിലും അമ്പലം നല്ല രസത്തിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതേ ഫോട്ടോ എടുക്കുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ വാവാറ്റിൻ്റെ മമ്മേൻ്റെ അടുത്തേക്ക് പോവാല്ലേ. അടിപൊളിയായിരുന്നു അല്ലേ ഗായ്സ്? നിന്ന് മടുത്തു, അതാണ് ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ക്യൂ ഒന്നും മടുത്തു. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് ആ കാണുന്നത്, നമ്മുടെ കറക്റ്റ് സംഭവം അല്ലേ. അപ്പം നമ്മുടെ മരുതമലയിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്ന 600 അടി ഉയരമുള്ള നമ്മുടെ കരിങ്കൽ കുന്ന്. അപ്പം എവിടെ നിന്ന് നോക്കിയാലും കറക്റ്റ് നമുക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ഈ കരിങ്കൽ കുന്നാണ്. അപ്പം ബിഗ് ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മളിനി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്തേക്കും കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെയും കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഗായ്സ് നിങ്ങൾക്ക് എൻ്റെ കാര്യം അറിയില്ല, അത്യാവശ്യ ഘട്ടത്തിലൊന്നും ഞാൻ ക്യാമറ എടുക്കൂല, ഫോൺ എടുക്കൂല, ഒരു തലയും എടുക്കൂല. നമ്മുടെ കൂടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് ചോദിച്ച സമയത്ത് എൻ്റെ ക്യാമറ ഞാൻ കൃത്യം എൻ്റെ ബാഗിലേക്ക് വെച്ചപ്പോഴായിരുന്നു ഞാനാണത് ഫോട്ടോ വീഡിയോ എടുത്തുമില്ല. ഭയങ്കര വിഷമായി തോന്നി എനിക്ക്. പിന്നെ അത് അവിടെ വെച്ച് പോവുകയും ചെയ്തു. പിന്നെ ഞാനത് വലിയ മൈൻഡാക്കിയില്ല. പിന്നെ ഇവരൊക്കെ എന്നെ ഭയങ്കര വഴക്കായിരുന്നു. അവരെയും കൂടി ക്യാമറയിൽ ഉൾപ്പെടുത്തണ്ടായിരുന്നു, എടുക്കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ നമ്മളിത് വീണ്ടും നമ്മൾ പടികളിറങ്ങി നമ്മൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി വിശക്കുന്നുണ്ട് ഗൈസ്, അതൊരു വിഷയമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം ക്യൂ നിന്ന് നമ്മൾ മടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മടുത്തു എന്ന് പറഞ്ഞാൽ എത്ര നേരം ക്യൂ നിന്നെന്ന് ചോദിച്ചാൽ അതിന് കണക്കേ ഇല്ല, കയ്യാലെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പം നമ്മളിത് താഴേക്ക് നടന്ന് പോവാണ്. അപ്പൊ അമ്മച്ചി നമ്മുടെ കൂടെ പതുക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിതേ പോവാൻ വേണ്ടി പോവാണ്. എന്തുകൊണ്ടോ നമ്മുടെ നഗരം മുഴുവൻ കാണുന്നുണ്ടോ ഗൈസ്? ആ വൈറ്റ് കാണുന്ന ഫുള്ള് സിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനി ഇറങ്ങി എന്ത് ചെയ്യാം, ഓൺ ദ വേ പോവാട്ടോ ഗായ്സ്. ഇപ്പം നമ്മൾ ഒരുപാട് നടന്നും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നേരം നിന്നും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ എവിടെ പോയെന്നൊരു അഡ്രസ്സും ഇല്ല ഗായ്സ്. എന്റെ ഗായ്സേ നമ്മുടെ അമ്മച്ചിയുണ്ട് മോളിൽ കൊണ്ട ചെരുപ്പിട്ട്. ഇപ്പൊ നോക്കുമ്പോണ്ട് ചെരുപ്പ് ഈ സൈഡിലിരിക്കുന്നത്. ദൈവമേ ഇതെന്താ അത്ഭുതം. അയാള് പറയുവാണ് എന്റെ അമ്മ പുറകോട്ട് തിരിഞ്ഞു വന്നേന്ന് അവിടെ ഭസ്മം കൊടുക്കാൻ നിൽക്കുന്നവൻ. അപ്പൊ ചെരുപ്പ് പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മ കുഞ്ഞമ്മ അല്ല, ഞാൻ ചെരുപ്പ് നോക്കാൻ വന്നതാന്ന് പറഞ്ഞു. എന്റെ ചെരുപ്പ് ഇവിടെ ഉണ്ട്, മാറും കൊണ്ടുവന്നു. ദൈവമേ എന്നാലും ആ ചെരുപ്പ് അത്ഭുതമായി പോയിട്ടോ. മോളിൽ കിടന്ന ചെരുപ്പ് ഗായ്സേ ഈ സൈഡിൽ കിടന്ന്. ഇനി ആരും എടുത്തിട്ടാണോ? അതെ, അമ്മച്ചിക്ക് സുബ്രഹ്മണ്യ സ്വാമിനെ കാണാൻ പറ്റിയില്ല ഗായ്സേ. കാരണം ക്യൂ നിന്ന് ഇപ്പൊ ഞങ്ങൾക്കിതേ ഉപ്പുറ്റുവേനയും കാലുവേനയായിട്ട് നടക്കത്തില്ല. നമ്മളാണ് ചെരുപ്പ് അങ്ങ് താഴെ ഇട്ടേക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പ് പെരുമഴയാക്കി ഇവിടെ ഇട്ടേക്കുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പൊട്ടനായില്ലേ? അതെ, നമ്മളിട്ടുണ്ടെന്ന വല്ലാത്ത കുറ്റമായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് പോവാം ഗായ്സ്. ആ അതെ, അത് കുടിവെള്ളം അല്ലേ? എന്നാ വാ കുടിക്കാൻ വാ. ആ ഗായ്സ്, ഇപ്പൊ ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. ഇവിടെ നമുക്ക് താഴേക്ക് പോകുമ്പോഴൊക്കെ ഇത് കാണാം. ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഇതാ ഗായ്സ് വെള്ളം. എടാ ഒന്ന് പ്രസ് ചെയ്യടാ അമ്മേ, പ്രസ് ചെയ്യോ? ഗ്ലാസ് കഴുകട്ടെ. പ്രസ് ചെയ്തേ. ഓ ഭയങ്കര കാറ്റാണ് കേട്ടോ. അതാ അത് ഞങ്ങളുടെ ചെരുപ്പോ? ആ ചെരുപ്പ് അങ്ങ് താഴെ. എല്ലായിടത്തും ഒരു വെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് ബസ്സിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് എന്തായാലും നടന്ന് താഴെ വരെ എത്താൻ പറ്റൂല. കാരണം നമ്മൾ തന്നെ ഇപ്പം നടന്ന് വന്നിട്ട് ഏകദേശം നമ്മുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പം അമ്മച്ചിക്ക് എന്തായാലും അത് പറ്റൂല കേട്ടോ.
അപ്പം നമ്മളോട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെ വരിക, അവർ നടന്നാണ് പോകുന്നത്. അപ്പം നമ്മളോടും അങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അമ്മച്ചീൻ്റെ കാര്യം ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ താഴെ എത്തി നോക്കുമ്പോണ്ട് ഇവരെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവരെല്ലാവരും നോക്കുമ്പോണ്ട് ബസ്സിന് താഴെ പോയിട്ടുണ്ട്. അപ്പം ആകെ ഇപ്പോൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മച്ചീനെ എന്തായാലും നമുക്ക് നമ്മുടെ കൂടെ നടത്തിക്കൊണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു വാവ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരും എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ബസ് ടിക്കറ്റിന് വന്നിട്ട് 10 റുപ്പീസാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതെൻ്റെ ഗായ്സേ. ഞാൻ അന്താളിച്ച് പോയി. കാരണം അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കായിരുന്നു. മാത്രമല്ല ഇവിടെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ ദൈവത്തിനെ കാണാൻ വേണ്ടി നിന്ന പോലെ തന്നെ ഒത്തിരി നേരം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാഗിങ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ ലാഗിങ് വന്ന കാര്യം മനസ്സിലായില്ലേ? അത് 50 രൂപ കൊടുത്തോ 100 രൂപ കൊടുത്തോ ദൈവത്തിനെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് അവരവിടെ ലാഗിങ് നമുക്ക് ചെയ്തു. കാരണം നമ്മളൊരു പൈസയും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കട്ടെ എന്ന് ഓർത്ത് പൈസ കൊടുക്കുന്നവരെ വേഗം ദൈവനെ കാണിച്ചു വിടുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ പൈസ കൊടുക്കുകയും ദൈവത്തിനെ കാണാനുള്ള ആൾക്കാർ കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പൈസ കൊടുക്കാതെ നിൽക്കുന്നവരുടെ അടുത്തുനിന്ന് വരെ ചാടി പൈസ കൊടുക്കുന്നവരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ചേച്ചിമാരതേ ക്യാമറയ്ക്ക് ഹായ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ നിന്നും അടുക്കുകയും ചെയ്യുവാണ്. അതൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ബാവാറ്റിനെ വിളിച്ച് പറയുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരെ എത്ര പേരാണോ അവർക്ക് മാത്രമാണ് ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ, പുറത്ത് നിൽക്കുന്നവരെ ബസ്സിലേക്ക് അവർ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നും ചിന്തിച്ചാൽ നമുക്ക് 5 പേർക്കും ടിക്കറ്റ് എടുത്താലോ, ഇനിയിപ്പോൾ ഞാനും അമ്മ നിൽപ്പുണ്ട്, അപ്പം ഞങ്ങൾ 2 പേരെ ഇനി ബസ്സിലേക്ക് ആക്കി വിടുമോ എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചീനെ കാര്യം പുറത്ത് നിൽക്കുന്നവരെ ടിക്കറ്റ് എടുക്കാതെ അകത്തേക്ക് അവർ കടത്തി വിടില്ല, നമ്മൾ ഉള്ളിലുള്ളവർ എത്ര ടിക്കറ്റ് എടുത്താലും എന്നാണ് അവിടെ നിൽക്കുന്നവർ സെക്യൂരിറ്റിമാർ പറയുന്നത്. കാരണം മുമ്പ് 2-3 പേരെ പിടിച്ച് മാറ്റിയിട്ടൊരു സീൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളാകെ ഫുൾ ടെൻഷനായി നിൽക്കുകയാണ്. അങ്ങനെ അമ്മച്ചിക്ക് ഇതേ ടിക്കറ്റ് നമ്മൾ അമ്മച്ചീൻ്റെ കൊടുത്ത് നമ്മളിതേ വവാറ്റെ വിളിച്ചപ്പോഴേക്കും വവാറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ടോട്ടലി നമ്മൾ ഞെട്ടാണ്. കാരണം ക്യൂ നിൽക്കുന്നവർക്ക് മാത്രമാണ് ബസ്സിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം വരുമ്പോൾ വിഷമമാണ്. അമ്മച്ചിക്ക് വയ്യാത്തയാന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലായത് കേട്ടോ. അങ്ങനെ വാവാറ്റയൊക്കെ അവരോട് സംസാരിച്ചതിന് ശേഷമാണ് അമ്മച്ചീനെ വരെ ബസ്സിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് തിരിച്ച് നമ്മൾ താഴേക്ക് നടന്ന് പോവുകയാണ്. അപ്പം നമുക്ക് കയറുമ്പോഴെങ്കിലും നമുക്ക് ബസ്സിലൊന്ന് പോകാമായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞില്ലേ അധികം ദൂരമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ വാക്ക് വിശ്വസിച്ച് പോയിട്ടാണ് ഗായ്സ് നമുക്കിപ്പം ഈ ഒരു പറ്റിയത്. എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ, നമുക്ക് കയറ്റം കുറേ നേരം കയറി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലിൽ ഫുൾ മസിൽ കയറി നമ്മൾ മൊത്തത്തിൽ ടയേർഡാവൂലേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തുമില്ലല്ലോ. അപ്പോൾ ആകെ ഡിഫിക്കൽട്ടായിരുന്നു. എങ്കിലും നമ്മളത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളൊരു നേർച്ച പോലെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പം തിരിച്ച് കാൽ ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കാല് ഭയങ്കര പെയിൻ. മാത്രമല്ല കുറേ പേരുടെ കാലൊക്കെ മടിഞ്ഞു പോയി അവർ വീഴാൻ വരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയി പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടില്ല, എൻ്റെ കാലിൽ ആ സ്പോട്ടിലൊരു മുള്ളും കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്ത് മുള്ളാന്ന് എനിക്കറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നു അത് മുരിക്കിൻ്റെ ആ തോന്നുന്നു, അറിയില്ല. നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളായിരുന്നു. അതൊന്നും ഈ കാല് മരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം ആ മുള്ളും കൂടി കുത്തിയപ്പോൾ പിന്നെ പറയാൻ വേണ്ട, 1.5 കുത്തൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിത് നടന്ന് താഴേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ പൊട്ടന്മാരിത് അങ്ങ് ദൂരെ നടന്ന് ഇങ്ങ് ദൂരെ വരെ വന്നിട്ടുണ്ട്. ബസ്സിന് പോകാനുള്ളതിന് നമുക്ക് മോശം അവസ്ഥയായിരിക്കുകയാണ്. അറിയുന്നവരോട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പൊട്ടന്മാരായിരിക്കും. അത് തന്നെ അതന്നെ നമുക്കറിയത്തില്ലല്ലോ, ഒന്ന് അറിയുന്നവരെന്നാ പറയണ്ടേ. തലേ ബ്രെയിൻ അല്ലേ ഇരിക്കുന്നത്, അല്ല കളിമണ്ണ. അയ്യോ മഴ വീഴുന്നുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. ഫുഡ് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാരണം ലേറ്റായി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്ക് യാത്രക്കാരെല്ലാവരും ബസ്സിൽ കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3-4 ചേട്ടന്മാരും പിന്നെ നമ്മൾ 5 പേര് മാത്രമായിരുന്നു ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇവർ പറഞ്ഞിരുന്നത് ഇവരും ആ മലയുടെ പോക്കത്ത് നിന്ന് താഴേക്ക് അവർ ബസ്സിനല്ല നടന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതോർത്ത് നമ്മളിരുന്ന് നോക്കുമ്പോണ്ട് അവരെല്ലാവരും ബസ്സിന് താഴെ വന്നു, നമ്മൾ മാത്രം നടന്നു. എന്താ അവസ്ഥ? കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് പറയണ്ടേ, മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ. അവർക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലായത്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ്, അതാണ് അവരും പറഞ്ഞത്. അപ്പം നമ്മൾ കേട്ടതിൻ്റെ കുഴപ്പമല്ല, അവർ പറഞ്ഞതിൻ്റെ കുഴപ്പമില്ല, പ്രവർത്തിച്ചതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പുണ്ട്, കാരണം അത്രയും മല നമ്മൾ മാത്രമാണ് അങ്ങും ഇങ്ങും കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. കപ്പാസിറ്റി ഭയങ്കര എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഗായ്സ് ഇപ്പം 50 രൂപ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിനെ കാണാനും അതുപോലെ തന്നെ 10 രൂപ കൊടുത്തിട്ട് മുകളിലേക്കും 10 രൂപ കൊടുത്ത് താഴേക്കും ബസ്സിന് കയറി ഇറങ്ങി വരാനും താല്പര്യമുള്ളവർ മാത്രം ഈ അമ്പലത്തിലേക്ക് പോയാൽ മതി. ഞങ്ങൾ കഷ്ടപ്പെട്ട പോലെ നിങ്ങൾ ദൈവച്ചത് കഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗായ്സ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പിന്നെ കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ ഗായ്സ് നിങ്ങൾ പോയി വരൂ, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇഷയിലേക്കാണ്, നമ്മുടെ ആദി യോഗീൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഈ ഫുഡ് ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും, നമ്മൾ തളർന്നു പോകും. സത്യം പറഞ്ഞാൽ വിശപ്പ് ചത്തിട്ടാണ് കഴിക്കുന്നത്, എങ്കിലും വയറൊന്ന് വിശക്കാതിരിക്കാൻ വേണ്ടി കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഓൺ ദ വേ കാണാം.